സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് 6 ഡാമുകളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ചെറിയ ശമനമുണ്ടാകുമെന്നും 7-ാം തീയതിയോടെ വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. 8 പേരെ കാണാതായിട്ടുണ്ട്. ശക്തമായ മഴയിലും കാറ്റിലും 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നായി 5792 പേരെ സംസ്ഥാനത്തൊട്ടാകെയുള്ള 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇവിടെയുള്ള 66 ക്യാമ്പുകളിലായി 1669 പേർ കഴിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വരുന്ന ദിവസങ്ങളിൽ മഴയുടെ തീവ്രത കുറയാനാണ് സാധ്യത. എന്നാൽ ഓഗസ്റ്റ് 7-ാം തീയതിയോടെ മഴ വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നു. ഇന്നലത്തെയും അതായത് നമ്മൾ 31 രാത്രി, അതായത് ഇന്നലെ അതിരാവിലെ 1-ാം തീയതി അതിരാവിലെയും ഇന്നലെ രാത്രിയും നമ്മൾ നേരിട്ട മഴയുടെ തോതിലുള്ള മഴ ഇന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്നത്തെ ദിവസം മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് താഴേക്ക് പോകാനാണ് സാധ്യത. മഴയുടെ തീവ്രത കുറയാനാണ് സാധ്യത. എന്നിരുന്നാലും ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളിൽ, അതെവിടെയാണെന്ന് നമുക്ക് കൃത്യം പ്രവചിക്കുകയൊന്നും സാധ്യമല്ല, അത്തരം ചില പ്രദേശങ്ങളിൽ ചിലപ്പോൾ കുറച്ച് സമയം ശക്തമായ മഴയുണ്ടാകും. ആ രീതിയിൽ അത് മുന്നോട്ട് പോവുകയും അത് കുറഞ്ഞു പോവുകയുമായിരിക്കും ചെയ്യുക. ഇനി നമ്മളൊരു പ്രധാനപ്പെട്ട തരത്തിലൊരു കേരളം മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ളൊരു മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 7-ാം തീയതിയോടടുപ്പിച്ചാണ്. അന്നേരം കുറച്ചും കൂടി ഒരു മഴ, ഇത്രയും തീവ്രതയിലില്ലെങ്കിലും കുറച്ചും കൂടി മഴ ലഭിക്കും. ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ നെയ്യാർ, മലങ്കര ഡാമുകളിലും കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകൂത്ത് ഡാമുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് മംഗലം ഡാമിലും കോഴിക്കോട് കുറ്റ്യാടി ഡാമിലും ഓറഞ്ച് അലർട്ടാണ്. ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതിനാൽ നദീതീരങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.